നമ്മൾ ദുബൈക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ നല്ല വെള്ളപ്പൊക്കവും കാര്യങ്ങളും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. ഓ ഗൈസ്, പണിപാളി ഗൈസ്, നമ്മൾ കുടുങ്ങി ഇരിക്കുകയാണ്. നമ്മുടെ ദുബൈയിലേക്കുള്ള ഫ്ലൈറ്റ് എല്ലാം ക്യാൻസലാണ്. ഇന്ത്യൻ പൗരൻ്റെ ഓരോ ഗതികേടല്ലേ. എൻ്റെ മോനത് എല്ലാവരും കൂടെ ഇരിക്കുന്നത് കേട്ടോ, ഇവിടെ മുഴുവൻ കുത്തിയിരിക്കുക. നമ്മുടെ കൂട്ടത്തിൽ വന്നവരാ കേട്ടോ, ഒരു രക്ഷയില്ല. അതെ, അടുത്ത ടീം ഇരിക്കുന്നത്. എന്നെ എവിടെ ഇരിക്കുന്നത്? വീട്ടിൽ പോകുന്നില്ലേ? മണിക്കൂറുകൾ കാത്തു നിന്നതിന് ശേഷം എവിടെ ഇവിടെ ആയിരുന്നോ കോമഡി. അതെ അതെ അതെ, നിങ്ങൾ അങ്ങോട്ടും പോയോ? ഓ ഗൈസ്, നമ്മൾ ലോഞ്ചിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിമനോഹരമായ രാവിലത്തെ ഫുഡാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ലോഞ്ചിൽ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ വന്ന് ഇരിക്കുക കേട്ടോ. 2:40 ടൈം മാറ്റിയിട്ടുണ്ട്. എത്തി കേട്ടോ, വീടെത്തി. ബജാർ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ ദുബൈക്ക് പോകട്ടോ. ഒരു രക്ഷയില്ല എൻ്റെ മക്കളെ. നമ്മൾ ദുബൈക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ നല്ല വെള്ളപ്പൊക്കവും കാര്യങ്ങളും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. അപ്പം ഫ്ലൈറ്റ് ഡിലേ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല താമസമുണ്ട്, അതൊക്കെ ഒന്ന് അന്വേഷിച്ചറിയണം. അതിനുവേണ്ടി എന്തായാലും നമ്മൾ ഇറങ്ങി ഇങ്ങ് വന്നു കഴിഞ്ഞാൽ അറിഞ്ഞത്. അപ്പോൾ ഏതായാലും നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ ദുബൈക്ക് പോവുകയാണ്. കുറച്ച് ദിവസം നമ്മൾ ദുബൈ കാണും. ദുബൈയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ആയിരിക്കും ഉടനെ വരാൻ പോകുന്നത്. കാത്തിരുന്നോളൂ, അടിപൊളി വീഡിയോകൾ കാണാം കേട്ടോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ടെർമിനൽ 3 നമുക്ക് കയറണ്ടേ. അങ്ങനെ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിമനോഹരമായ ദുബൈ യാത്രയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ അല്ല മോനെ, ദുബൈയിലാ വെള്ളം. ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നമൊന്നും എന്നാളി ശരിക്കും പിടിക്കില്ല. താഴെ വീണായത് പോവല്ലെന്ന്. അത് നമ്മുടെ അളിയൻ വന്നിട്ടുണ്ട് കേട്ടോ. അളിയൻ ഇപ്പോൾ അബുദാബിക്ക് പോവുക. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആണ് കേട്ടോ. താമസിച്ച് നമുക്ക് വെളുപ്പിനേണ്ടേ പറഞ്ഞേക്കുന്നത്. അതിനി ക്യാൻസൽ ആവുമെന്ന് തന്നെ അറിയത്തില്ല. അളിയൻ അവിടെ ചെന്നിട്ട് നീന്താനുള്ള തോർത്തൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. എല്ലാം എടുത്തിട്ടുണ്ട്, എല്ലാം ബാഗിലുണ്ടോ. അപ്പോൾ നമുക്ക് അബുദാബി വരുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ. ഓ ഗൈസ്, പണിപാളി ഗൈസ്, നമ്മൾ കുടുങ്ങി ഇരിക്കുകയാണ്. നമ്മുടെ ദുബൈയിലേക്കുള്ള ഫ്ലൈറ്റ് എല്ലാം ക്യാൻസലാണ്. ഓ ഗൈസ്, മൊത്തത്തിൽ കുടുങ്ങി ഗൈസ്, ഒരു രക്ഷയില്ല. നമ്മൾ ദുബൈ പോകാൻ വേണ്ടി ഇത് എയർപോർട്ടിൽ വന്ന കേട്ടോ. ഇന്ന് വൈകിട്ടാണ് നമുക്ക് പോകാൻ വേണ്ടിയുള്ള ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അത് ക്യാൻസലായി. നമുക്ക് വെളുപ്പിനെ 6:40 ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ഫ്ലൈറ്റും ഇറങ്ങുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പം എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. മിക്കവാറും വീട്ടിൽ പോകേണ്ടി വരുമോ അതോ രാവിലത്തെ ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിൽ ഉണ്ടാവുമോ എന്നുള്ളത് രാവിലെ അറിയത്തുള്ളൂ കേട്ടോ. അപ്പം പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അത് കുഞ്ഞുങ്ങളൊക്കെ ഇത് ജുവാനെ ഇരിക്കുന്നത്. ഹായ് ജുവാനെ. ഞങ്ങളെല്ലാം കൂടെ ഇവിടെ കഴിക്കാൻ വേണ്ടി ഉണ്ടല്ലേ. ഒരു രക്ഷയില്ല. നമ്മളവിടെ കാല് കുത്തുന്നെന്ന് പറഞ്ഞപ്പോഴേ അവിടെ വെള്ളപ്പൊക്കമായി. ഏതായാലും 2 തോർത്തൊക്കെ എടുത്തിട്ടുണ്ട്. നീന്തിയാണേലും അക്കരെ ഞാൻ കിടക്കും കേട്ടോ. അപ്പം നോക്കട്ടെ. അപ്പം വീഡിയോ മിക്കവാറും കട്ട് ചെയ്തായിരിക്കും വരുന്നത് കേട്ടോ. ഇത് ഇത്രയും ഡിലേ ആവുന്നുണ്ടെങ്കിൽ ഡിലേ ആവുന്നത് കൊണ്ട് എങ്ങനെയായിരിക്കും വീഡിയോ വരുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ മുമ്പോട്ടുള്ള വിശേഷങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് പറയാം കേട്ടോ. ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചി എയർപോർട്ട്. പറയൂ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇനി ഞങ്ങളുടെ അംഗങ്ങൾ മുഴുവൻ ദുബൈയിലായിരിക്കും സുഹൃത്തുക്കളെ. കൊച്ചി എയർപോർട്ട് ഞങ്ങൾക്ക് അവസരം തന്നിരിക്കുകയാണ്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് കാല് കുത്താൻ അറിയില്ല. ഇനി അവിടെ ചെന്നിട്ട് തിരിച്ചിറങ്ങി വരേണ്ടി വരുമോ? തള്ളേ കലിപ്പ്. തീർന്ന് നമ്മളെന്തായാലും പോയി നോക്കട്ടെ. അവിടെ നമ്മളങ്ങോട്ട് ചെല്ലുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടെ മുഴുവൻ വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞു. ഇനി അവിടെ ചെന്ന് കാല് കുത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. തോർത്തൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് നീന്തിയാലും ഞാൻ കയറും. ഓ ഗൈസ്, നമ്മൾ ലോഞ്ചിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിമനോഹരമായ രാവിലത്തെ ഫുഡാണ് കേട്ടോ. ഇത് കണ്ടായിരിക്കുന്നത്. ഇനി അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇത് നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ.
അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ കഴിക്കാനുള്ള പരിപാടിയാണ്. എന്തുപടി ഇഡ്ഡലി സാമ്പാർ. നമ്മുടെ നമ്മുടെ ATM കാർഡോ അതുപോലുള്ള കാർഡുകളൊക്കെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് 2 രൂപയ്ക്ക് 2 രൂപ അതെ 2 രൂപയ്ക്ക് കഴിക്കാൻ പറ്റിയ അതിമനോഹരമായ ലോഞ്ച് കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മൾ ദുബൈക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇന്നലെ മുതൽ വന്നിവിടെ കിടക്കുക കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. ഫ്ലൈറ്റ് ടൈം മാറിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അത് കാരണം നമ്മളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് ബോർഡിങ് ഒക്കെ കഴിഞ്ഞ് ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ലോഞ്ച് വന്നേക്കാണ്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറിയും കൂടെ കൂട്ടി നമ്മൾ പഠിച്ചില്ല കുഴപ്പമില്ല. പിന്നെ ഓംപ്ലേറ്റും. ഇപ്പോൾ നമുക്ക് നെയ് റോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നെയ് റോസ്റ്റും കൂടെ പിടിക്കട്ടെ. എൻ്റെ മോനെ അടിപൊളി 2 രൂപയുടെ ലോഞ്ചാണ് ഈ നിങ്ങൾ കാണുന്നത് കേട്ടോ. മനോഹരമായ സെറ്റപ്പ്. അങ്ങനെ നമ്മുടെ ലോഞ്ചിൽ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ വന്ന് ഇരിക്കുക കേട്ടോ. 2:40 ടൈം മാറ്റിയിട്ടുണ്ട്. 2:40 ഇനിയും ഇവിടുന്ന് അല്ലേ 12:40 ടൈം ഔട്ട്. ഇനിയിപ്പം നേരെ നമ്മൾ ദുബായി പോകാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ 2-3 ദിവസമായി കേട്ടോ. ഇതിൻ്റെ പുറകെ നിൽക്കുക. അവിടെ വെള്ളപ്പൊക്കവും കാര്യങ്ങളും ആയതുകൊണ്ട് ഇതെല്ലാം മാറ്റി ഇപ്പം 12:40 വീണ്ടും മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ നമുക്കിവിടെ ലോഞ്ച് ഉള്ളതുകൊണ്ട് നമ്മൾ ലോഞ്ചിൽ വന്ന് ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ അതായത് എന്താ പറയുന്നത് നമ്മുടെ ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ് നിങ്ങളുടെ ബാങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വന്ന് ലോഞ്ച് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ വന്നാൽ ആവശ്യത്തിന് ഫുഡ് കഴിക്കാം. പിന്നെ ഇതുപോലെ വന്ന് ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസുകളുണ്ട്. നിങ്ങളതൊക്കെ ഉപയോഗിക്കുക കേട്ടോ. പിന്നെ എല്ലാവരും ദുബൈയിലെ വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കുക. ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനിയും കിടക്കാഴ്ച വീഡിയോകൾ നമ്മുടെ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരും കേട്ടോ. കാണാൻ വേണ്ടി മറക്കരുത്. അതിമനോഹരമായ നമ്മുടെ വീഡിയോകൾ വരും കേട്ടോ. നമ്മുടെ ബാഗ് ഒരെണ്ണം അവിടെ വെച്ച് മറന്നുപോയി കേട്ടോ. നമുക്ക് സ്വന്തമായിട്ടൊരു ഫ്ലൈറ്റ് വന്നേക്കാണ്. നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമ്മളത് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് കയറി കേട്ടോ. രക്ഷയിൽ ബാഗും കളഞ്ഞു പോയി. അവസാനം ബാഗ് കിട്ടി കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്ന് കയറിയിരുന്നു. അപ്പം നേരെ ഇനി ദുബൈ ചെന്നിട്ട് കാണാം കേട്ടോ. ദുബൈയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ. ഫ്ലൈറ്റിനകത്ത് ടോയ്ലറ്റ് പേപ്പറും ഒക്കെ ഉണ്ട്. ഇവിടെ ഫുൾ സെറ്റപ്പ്. ഫ്ലൈറ്റിലെ ടോയ്ലറ്റിലെ സൗണ്ട് ഞാൻ കേൾപ്പിക്കാം കേട്ടോ. എൻ്റെ മോനെ വിഷയം. Complete. Yes. Shape. Oh. Poli. നമ്മൾ കാല് കുത്തി. अपनी कुर्सी पर ही बैठे रहें और कुर्सी की पेटी बांधे रखें। ओवरहेड बिन्स को ध्यानपूर्वक खोलें और एयरक्राफ्ट से उतरने से पहले यह सुनिश्चित कर लें कि आपका सारा सामान आपके पास है।
आपसे निवेदन है कि इन्फेंट लाइफ जैकेट और सीट बेल्ट को हमारे क्रू को सौंप दें या अपनी सीट पर ही छोड़ दें। सभी मोबाइल फोन्स को तब तक बंद रखें जब तक एयरक्राफ्ट अपने निर्धारित स्थान पर नहीं पहुंचता। ദുബൈയിലോട്ട് നമ്മൾ വന്നു പോണം. കാറ് കുത്തിയത് സാധനം. അങ്ങനെ നമ്മൾ ദുബൈയിൽ എന്താ പോണേ. വെള്ളപ്പൊക്കമൊക്കെ മാറി കേട്ടോ ഇവിടെ. അതിമനോഹരമായ എയർപോർട്ടാണ് ദുബൈ എയർപോർട്ടിലുണ്ട് നമ്മൾ വന്നത് കേട്ടോ. അങ്ങനെ കിടക്കുന്ന സാധനങ്ങൾ ഇന്ത്യൻ പൗരൻ്റെ ഓരോ ഗതികേടല്ലേ. എൻ്റെ മോനത് എല്ലാവരും കൂടെ ഇരിക്കുന്നു കേട്ടോ. ഇവിടെ മുഴുവൻ കുത്തിയിരിക്കുക. നമ്മുടെ കൂട്ടത്തിൽ വന്നവരാ കേട്ടോ. ഒരു രക്ഷയില്ല. അതെ അടുത്ത ടീം ഇരിക്കുന്നത്. എന്നെ എവിടെ ഇരിക്കുന്നേ? വീട്ടിൽ പോകുന്നില്ലേ? വീടില്ല. ഇവിടെ ഇരുന്നിരുന്ന് മടുത്ത് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങളെല്ലാം ഇതുണ്ടോ എന്നെ ജനമാണെന്ന് നോക്കി. ഇവിടെ ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങളുടെ പെട്ടി നോക്കി കേട്ടോ. മണിക്കൂറുകൾ കാത്തു നിന്നതിന് ശേഷം എവിടെ ഫോർ ഇവിടെ ആയിരുന്നോ? കോമഡി. അതെ 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 ചേട്ടാ. നിങ്ങൾ അങ്ങോട്ടും പോയോ? കോമഡി എന്ന് പറയാം. കോമഡി കേട്ടോ. എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ളവരാ കേട്ടോ. ഒരു രക്ഷയില്ല. ഞങ്ങളിവിടെ പെട്ടി നോക്കിയിരിക്കുക. ഇത് നമ്മുടെ കിട്ടി. പിന്നെ ഇപ്പോൾ വരും. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഇവിടെ നിൽക്കുക കേട്ടോ. നമ്മുടെ സാധനം ഇപ്പോൾ വരും. ഇത്രയും നേരത്തെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷം 7 മണിക്കൂർ വെച്ചാ 7 മണിക്കൂറിന് ശേഷം നമ്മളത് പൊളിക്കുകയാണ് മക്കളെ. ഒരു രക്ഷയില്ല. ആണ്ടാ വരുന്നടാ. എടാ മോനെ പിടിച്ചോ. മോനെ ഞങ്ങളുടെ വെട്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലിജിയുടെ വെട്ടി വരുന്നുണ്ട്. UK പെട്ടി ആന്നടി പച്ച നമ്മുടെ വെട്ടിയാടി. ഏടാ മോനെ വിഷയം എടുക്കാൻ വേണ്ടി. ഇതാ എത്തി കേട്ടോ. വീടെത്തി. ബാക്കി പെട്ടിക്കൊണ്ട് നോക്കി. അങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളത് അന്യായം ബ്ലോക്ക് ആവട്ടെ ഇവിടെ എയർപോർട്ടിൻ്റെ അവിടെയൊക്കെ. ഒരു രക്ഷയില്ല. നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. സെറ്റ്. നമ്മുടെ സാധനങ്ങളെല്ലാം കയറ്റുകയാണ് സുഹൃത്തുക്കളെ. ഇനിയും നമ്മുടെ യാത്ര റൂമിലോട്ട് കേട്ടോ. केरला साउथ पार्ट. केरला तो हमारा एक मैं पहले मेडिकल में काम करता था. मेडिकल टीम के साथ. ये कोरोना में तो हमारे साथ एक नर्स थी केरला की. जीनो she go UK now. Like I think 1 year. Everyone is going to UK. She was try from here. നീന്തിക്കയറേണ്ടി വരും കേട്ടോ. അവിടെ മുഴുവൻ വെള്ളപ്പൊക്കം എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങോട്ട് ചെല്ലിട്ട് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ ഫ്ലൈറ്റിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ ഫ്ലൈറ്റിൽ അത് ചായ കച്ചവടമാണ് കണ്ടോ.